ഹലോ. ലാസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പെപ്ലം ടോപ്പിന്റെ മേക്കിംഗ് വീഡിയോ ആയിരുന്നു കേട്ടോ, ട്യൂട്ടോറിയൽ അല്ല. ഇന്നിപ്പോൾ അതിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. കുഞ്ഞി ഫ്രോക്ക് അതിന്റെ കൂടെ ഒരു കോംബോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ആ പെപ്ലം ടോപ്പിന്റെ കട്ടിങ് സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. ആക്ച്വലി ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ, പക്ഷെ ശബ്ദം തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, വയ്യാത്തതുകൊണ്ട് ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് നമ്മൾ തൃശ്ശൂർ ക്വീൻ എന്നുള്ള റണ്ണിങ് മെറ്റീരിയൽസിന്റെ ഷോപ്പിൽ നിന്നാണ്. 2.5 മീറ്റർ ഫാബ്രിക് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറയുണ്ടായി, 2.5 മീറ്റർ ഫാബ്രിക് ആണ് എടുത്തിട്ടുള്ളത്. 129 ആണ് പെർ മീറ്റർ റേറ്റ്. അപ്പോൾ കുട്ടിക്കും കൂടെ ഫ്രോക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ 2.5 മീറ്റർ എടുത്തത്. അല്ലാതെ 2 മീറ്റർ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ മെഷർമെന്റ് ഇതൊരു സ്മോൾ സൈസ് ആയിട്ടുള്ള, അതായത് ഒരു 32 ബസ്റ്റ് സൈസ് വരണ ഒരു സൈസാണ് കേട്ടോ അത്. അതാണ് കസ്റ്റമറിന്റെ മെഷർമെന്റ്. അപ്പോൾ ഫുൾ ലെങ്ത് എടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ 22 ഇഞ്ചും ബാക്കിലേക്ക് 25, അതായത് ഒരു ചെറിയൊരു ഹൈലോ പാറ്റേണിലാണ് നമ്മൾ ചെയ്യണത്. ജസ്റ്റ് 30, ബസ്റ്റ് 31, എന്താണ് അണ്ടർ ബസ്റ്റ് 26, പിന്നെ ഷോൾഡറിന്റെ മെഷർമെന്റ് 14.5. അതായത് ഇത് ഞാൻ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള മെഷർമെന്റ് ആണ് കേട്ടോ, സ്റ്റാൻഡേർഡ് മെഷർമെന്റ് അല്ല. അംഹോള് 16 ഉണ്ട്. പിന്നെ ഷോൾഡർ ടു ബി പി 10 എടുത്തിട്ടുണ്ട്. ഇതൊന്നും എല്ലാം എടുക്കണമെന്നില്ല, പക്ഷെ ഞാൻ എപ്പോഴും എടുക്കുമ്പോൾ ഞാൻ ഷോൾഡർ ടു ബി പി ടു ബി പി ഒക്കെ എടുക്കാറുണ്ട്. 7.5 എടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡർ ടു വേസ്റ്റ് റൗണ്ട്, അതായത് നമ്മുടെ വേസ്റ്റ് വരെയുള്ള അളവുണ്ടല്ലോ, അത് 14 ഇഞ്ചാണ്. ഇത് ആവശ്യമായിട്ടുള്ള മെഷർമെന്റ് ആണ്, ആ യോക്ക് വരെയുള്ള ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് ബാക്ക് നെക്കിന്റെ ലെങ്ത് ഒരു 3 ഇഞ്ചേ കൊടുക്കണുള്ളൂ. ഫ്രണ്ട് നെക്ക് വി നെക്കാണ്. അപ്പോൾ ഒരു 7-7.5 ഇഞ്ചോളം നമുക്ക് നെക്കിന്റെ ഡെപ്ത് എടുത്താലാണ് ആ വി നെക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പൊ നമുക്ക് ബാക്ക് നെക്കിനനുസരിച്ച് ഷോൾഡർ എത്ര കൊടുക്കണം എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ 7.5 ഹാഫ് ഷോൾഡർ വരെ, 7.25 ഹാഫ് ഷോൾഡർ വരെ, 14.5 പകുതി. അപ്പൊ 1 ഇഞ്ച് ബാക്ക് നെക്ക് ഇറക്കുമ്പോൾ നമ്മൾ 1/4 ഇഞ്ച് ഹാഫ് ഷോൾഡറിന് കുറയ്ക്കണം. 2 ഇഞ്ച് ഇറക്കുമ്പോൾ വീണ്ടും ഒരു 1/4 ഇഞ്ച് കുറയ്ക്കണം. അങ്ങനെ 3 ഇഞ്ച് ഇറക്കുമ്പോൾ എനിക്ക് എടുക്കേണ്ട ഷോൾഡറിന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ 6.25 ഇഞ്ചാണ് കേട്ടോ. അപ്പൊ ഞാൻ 6.25 ഇഞ്ചിൽ ഷോൾഡർ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോളിന്റെ ലെങ്ത്, കൈക്കുഴിയുടെ ലെങ്ത്, അത് നമ്മൾ മാർക്ക് ചെയ്ത് നോക്കി തന്നെ കണ്ടുപിടിക്കണം. അപ്പം ഞാനിപ്പോൾ ചെയ്യണത് ഡ്രാഫ്റ്റ് ആണ്. ഒരു 1/2 ഇഞ്ച് താഴെ 1/2 ഇഞ്ച് മീഡിയം തയ്യൽത്തുമ്പ് കൊടുക്കണതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ 4-1 ചെസ്റ്റും 4-1 വേസ്റ്റും ആണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ അളവ് പ്രകാരം ചെയ്യുക. ഈ ഒരു 32 ബസ്റ്റ് സൈസ് ഒക്കെ ആണെങ്കിൽ ഒരു 8 ഇഞ്ച്, എന്താ ഇതിപ്പോൾ 30-30.5 അല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 8 ഇഞ്ച് മതി ചെസ്റ്റിന്റെ 4-1. പിന്നെ ഒരു 6.5 ഇഞ്ച് വേസ്റ്റ് റൗണ്ട് മതി എനിക്ക്. നിങ്ങൾ നിങ്ങളുടെ അളവ് പ്രകാരം മാത്രം ചെയ്യുക. ഫ്രണ്ടിൽ ഒരു ആലിയ കെട്ട് വരണ പോലെയാണ്. അപ്പോൾ ഒരു 4 ഇഞ്ചിൽ ഞാൻ കയറ്റി കൊടുക്കുന്നുണ്ട്. അതായത് ഫ്രണ്ട് പോർഷന്റെ സെന്ററിലേക്ക് ഒരു 4 ഇഞ്ച് കയറ്റിയിട്ട് സൈഡിൽ നിന്നൊരു കർവ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ ബുക്കിലാണ് ആദ്യം ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് പേപ്പറിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ തുണിയിലേക്ക് കട്ട് ചെയ്യും കേട്ടോ. ഇതിപ്പോൾ ഞാൻ തുണിയിലാണ് ചെയ്യാനായിട്ട് പോണത്, മാർക്ക് ചെയ്യാനായിട്ട് പോണത്. നമ്മൾ ഓൾറെഡി ബുക്കിൽ വരച്ച് വെച്ചുല്ലോ. പിന്നെ പാനലൊന്നും അല്ലാത്തത് കൊണ്ട്, പ്രിൻസസ് കട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പേപ്പറിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് പിന്നെ തുണിയിലേക്ക് വരയ്ക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഡയറക്റ്റ് തുണിയിലേക്ക് തന്നെ മാർക്ക് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. ക്ലോത്ത് നന്നായി അയൺ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ മാർക്കിങ്സ് കൊടുത്തിട്ടുള്ളത്. ഞാനിത് പറഞ്ഞു തരാം. ഞാൻ ഈ ലെങ്ത് എടുത്തിട്ടുള്ളത് 15 ആണ് ലെങ്ത് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ മടക്കി ഇട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് കാണുന്നുണ്ടാവില്ല. താഴെയും അതേ പ്രിന്റുള്ള തുണി വരണതുകൊണ്ട് കേട്ടോ. ഒരു 1 ഇഞ്ചോളം ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൈക്കുഴി ഇറക്കി ഇറക്കി മാർക്ക് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് കിട്ടുന്ന, അതായത് നമ്മുടെ ആം ഹോള് എന്ന് പറഞ്ഞാൽ 16.5 അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി ഒരു 17 ഇഞ്ച് ആം ഹോള് കിട്ടുന്ന രീതിക്കാണ് കൈക്കുഴി ഇറക്കി മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ബുക്കിൽ വരച്ചപ്പോൾ മെഷർമെന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 6.25 ഷോൾഡർ എടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അതിനനുസരിച്ച് ഇപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് ഇപ്പോൾ കട്ട് ചെയ്തു. ഇനി നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഫ്രണ്ട് നമുക്ക് ആ ഒരു കർവ് കൊടുത്തിട്ടില്ലേ, ആലിയ കർവ്, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റും. പിന്നെ കൈക്കുഴി കുഴിച്ച് വിട്ടൊക്കെ ചെയ്യണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിത് ആദ്യം സെപ്പറേറ്റ് ചെയ്യാം. ഞാനൊരു 1 ഇഞ്ച് സ്ലോപ്പ് ഷോൾഡറിന് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാരണം ഇത് ക്ലോസ് നെക്കാണ്, അതായത് ഒരു 3 ഇഞ്ച് നെക്ക് ഡെപ്ത് കൊടുക്കണുള്ളൂ. നമ്മൾ എന്തായാലും ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കണം കേട്ടോ. ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ച് സ്ലോപ്പിൽ വേരിയേഷൻ വരും. അപ്പോൾ അത് നോക്കിയിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഞാൻ കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ അല്ല, പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടുന്ന രീതിയിലാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത് കേട്ടോ.
കുറച്ച് തിരക്കായതുകൊണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് 4.5 ഇഞ്ചാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും 4 ഇഞ്ച് ആ ഒരു കർവും വരുന്ന രീതിക്ക് തയ്യൽ തുമ്പ് ഞാനവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിന്റെയും ബാക്ക് പാർട്ടിന്റെയും യോക്ക് പോർഷന്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് ഇനി ഞാൻ ഇതിലേക്ക് സ്ലീവ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ സ്ലീവിന് ഒരു 3/4 സ്ലീവ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു 15.5 ഇഞ്ച് അല്ലെങ്കിൽ 15 ഇഞ്ചാണ് സ്ലീവിന്റെ ലെങ്ത് എനിക്ക് വേണ്ടത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് സ്ലീവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ കൈവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ അളവ് എന്ന് പറയുന്നത് എൻ്റെ 7.25 ഇഞ്ചാണ്. 8 ഇഞ്ചിനോട് ക്ലോസ് ആയിട്ട്, അതായത് 8.25 അവിടെ കൈക്കുഴി മെഷർ ചെയ്യുമ്പോൾ വരിക. അതിന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഒരു 3 ഇഞ്ച് ക്യാപ് ഹൈറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ സ്ലീവ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ സ്ലീവ് മാർക്ക് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യാൻ പോണേ. ഈ ടൂൾ വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായതുകൊണ്ട് ഞാനിത് എടുക്കുകയാണ് കേട്ടോ. ഇതല്ലാതെ നമുക്ക് കറക്റ്റ് സെൻറ്ററൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ മാർക്ക് ചെയ്യാം. കുറച്ചും കൂടെ ഈസിയാണ്, വേഗം പരിപാടി കഴിയുന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ടൂൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് ഞാൻ ബോഡിയിലും. 2 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ലീവിലും 2 ഇഞ്ച് തന്നെ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മുടെ ലെങ്ത് മെഷർ ചെയ്യുന്നുണ്ട്. ലെങ്ത് മെഷർ ചെയ്തിട്ട് എത്രയാണോ നമ്മുടെ സ്ലീവിന്റെ ലെങ്ത് അതിനേക്കാൾ 1 ഇഞ്ച് അഡീഷണൽ താഴെ കൊടുക്കുന്നുണ്ട് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിന്റെ ലെങ്ത് എടുക്കണേ അതുപോലെ നിങ്ങൾ എടുക്കുക. തയ്യൽ തുമ്പ് കൊടുത്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എനിക്കിപ്പോൾ ഒരു 4.5 ഇഞ്ചാണ് ഞാൻ താഴത്തെ കൈവണ്ണം മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ലൈൻ ഇങ്ങോട്ട് യോജിപ്പിക്കുക കേട്ടോ. ക്യാപ് ഹൈറ്റിന്റെ ആ ലൈനും ഈ ലൈനും കൂടി യോജിപ്പിക്കുക. ഇവിടെ ഒന്ന് ചെരിച്ച് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ ആ ഭാഗത്തൊന്ന് ചെരിച്ച് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ മടക്കി തയ്ക്കുന്ന സമയത്ത് അതിന്റെ ഫിനിഷിങ് നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ സ്ലീവ് കട്ടിങ്. അപ്പം നമുക്കിത് ഇനി കട്ട് ചെയ്തെടുക്കാം. ഇത് സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് മാർക്ക് ചെയ്യണത്, അതായത് താഴത്തെ പോർഷൻ ഉണ്ടല്ലോ ആ ബോഡി പാർട്ടിന്റെ താഴത്തെ ഒരു സ്കേർട്ട് പോർഷൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഷോർട്ട് കുർത്തിയല്ലേ. ആ താഴെ പ്ലീറ്റ്സ് വരുന്ന ആ പോർഷൻ മാർക്ക് ചെയ്യണത് ഇത് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രസ്സിന്റെ ഒരു പാറ്റേൺ ഹൈ ലോ പാറ്റേൺ ആണ്. അതായത് ബാക്കിലെ ഫുൾ ബോഡി ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് 25 ഇഞ്ചും ഞാൻ തുടക്കത്തിലെ മെഷർമെന്റ് പറഞ്ഞിരുന്നു. ഫ്രണ്ടിൽ ഒരു 22 ഇഞ്ചും ആണ്. അപ്പം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തതിന് ശേഷം പ്ലീറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു ഹൈ ലോ പാറ്റേൺ ആക്കി കൊടുക്കുന്നത്. ഇവിടെ ഞാൻ സ്ലീവിലെ ഫ്രണ്ട് ഭാഗം തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എഫ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങളും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് വെക്കാം. കൈകാര്യം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ എക്സസ് ആയി നിൽക്കുന്ന ആ ഒരു ചെറിയ ക്ലോത്തിന്റെ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നമുക്ക് ബോഡി ലെങ്ത് 14 റെഡി ലെങ്ത് വരെ, അതായത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് യോക്ക് ലെങ്ത് 14 വരും. പിന്നെ നമുക്ക് 25 ഇഞ്ച് കിട്ടണമെങ്കിൽ ഒരു 11 ഇഞ്ച് വേണം. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് മുകളിലും 1 ഇഞ്ച് താഴെയും തയ്യൽ തുമ്പ് വേണം. അപ്പോൾ 11 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ 12.5 ഇഞ്ച് ലെങ്ത് നമുക്ക് ടോട്ടൽ ഈ ഫാബ്രിക്കിന് വേണം. ആദ്യം നമുക്ക് ബാക്ക് പാർട്ടിന്റെ ഫാബ്രിക് കട്ട് ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ട് ഒറ്റ കട്ട് ചെയ്താൽ മതിയല്ലോ. 12.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് 12.5 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ 44 ഇഞ്ച് വീതി മാത്രമേ യൂസ് ചെയ്യണുള്ളൂ. തുണീനെ വട്ടത്തിൽ വെട്ടുന്നില്ല. ഞാൻ പ്രിന്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ്. അതിന് പുറമെ ഇതൊരു പെപ്ലം ടോപ്പ് ആയതുകൊണ്ട് ഒരുപാട് ഫ്രിൽസ് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ അഭംഗിയായിട്ട് ഫീൽ ചെയ്യും. കുറച്ചൊന്ന് പ്ലീറ്റ്സ് ഉണ്ടെങ്കിലും കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും പെപ്ലം ടോപ്പിന് ഭംഗി. അല്ലെങ്കിൽ ഒരു പുറത്തുള്ള ആൾക്കാരുടെ ട്രൈബ്സിന്റെ ചില ഡ്രസ്സ് ഉണ്ടല്ലോ ആ ഒരു ഫോർമാറ്റിലേക്ക് വരും കേട്ടോ. ഭയങ്കര കുട പോലെ നിന്ന് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് 44 ഇഞ്ച് വീതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് പേഴ്സണൽ ചോയ്സ് വീതി കൂടുതൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫാബ്രിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ രീതിയിൽ എടുക്കാം. ഞാനിപ്പോൾ ഈ തുണിയുടെ പ്രിന്റ് ഏത് ഡയറക്ഷനിലാണോ പോണേ സാധാരണ നമ്മുടെ ക്ലോത്തിന്റെ വിഡ്ത്ത് കണക്കാക്കിയിട്ടാണ് മാർക്ക് ചെയ്യണത്. അപ്പോൾ അത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് പാർട്ടാണ്, സോറി ഫ്രണ്ട് പാർട്ടാണ്. നമ്മൾ നേരത്തെ ബാക്ക് പാർട്ട് മാർക്ക് ചെയ്തത് സ്ട്രെയിറ്റ് പീസ് ആണ്. ഫ്രണ്ടിലാണ് നമ്മൾ ആ ഒരു ആലിയ കർവ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലോത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ 4 ഇഞ്ച് നമ്മൾ അഡീഷണൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ആ 4 ഇഞ്ച് എവിടെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ കർവ് ചെയ്ത് അതായത് ഫ്രണ്ട് സെൻറ്റർ പോർഷനിൽ ഓപ്പൺ ഇല്ലാത്ത പോർഷനിൽ 4 ഇഞ്ച് നമുക്ക് അധികം വേണം. അവിടെ നിന്ന് ഓപ്പൺ വരുന്ന പോർഷനിലേക്ക് ആ 4 ഇഞ്ച്
ലെസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആംഗിളായിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യാം ട്ടോ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഇത് പ്ലീറ്റ് ഇട്ട് വരുമ്പോൾ നമ്മുടെ ആ ബോഡി പോർഷൻ ഉണ്ടല്ലോ, അതിനോട് ചേർത്ത് വെക്കുമ്പോൾ രണ്ട് ഭാഗത്തിന്റെയും ലെങ്ത് ഈക്വൽ ആയിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതാ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കർവ് ഉണ്ടല്ലോ, ആ കർവിലേക്ക് ഈ തുണി പ്ലീറ്റ് ഇട്ട് കൊടുത്ത് കൊടുത്ത് വരുമ്പോൾ ലെങ്ത് എങ്ങനെ വരും? ഓക്കെ ആയിട്ട് വരും. ഇപ്പം ഞാൻ ഈ തുണി ഇങ്ങനെ മടക്കി വെച്ചപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഹൈ ലോ കട്ടിങ് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറക്റ്റ് അളവ് നോക്കിയിട്ട്, അതായത് 22 ഇഞ്ച് നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നെക്ക് ക്യാൻവാസിൽ അയൺ ചെയ്ത് വെക്കാനുണ്ട്. അത്ര തന്നെയുള്ളൂ. ഇതിൽ ലൈനിങ് ഒന്നും വരണില്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ അധികം കാര്യങ്ങളൊന്നുമില്ല, നെക്കും കൂടെ ഉള്ളൂ കേട്ടോ. ഞാൻ നെക്കിന്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 3.5 ഇഞ്ചാണ് കേട്ടോ. നിങ്ങൾക്ക് 3 ഇഞ്ച് എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. വൈഡ് ആയിട്ടുള്ള നെക്ക് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ 3.5 ഇഞ്ച് എടുക്കാം. താഴത്തേക്കുള്ള ഡെപ്ത് 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ യൂഷ്വലി ഈ ഒരു സൈസിലുള്ള ഒരാൾക്ക് 5.5 ഇഞ്ച് 5 ഇഞ്ചൊക്കെയാണ് നെക്ക് ഡെപ്ത് കൊടുക്കാറുള്ളത്. ഇതൊരു വീനക്ക് ആയതുകൊണ്ട് അത് നല്ല ഭംഗിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ 7 ഇഞ്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 7 ഇഞ്ച് കൊടുക്കുമ്പോൾ ഇത് വല്ലാതെ ഇറങ്ങിപ്പോയിട്ടുള്ള നെക്കാവില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അങ്ങനെ വരില്ല കേട്ടോ. നെക്ക് കറക്റ്റായിട്ട് തന്നെ നിൽക്കും. കാരണം നമ്മുടെ ബാക്കിലെ നെക്കിന് എന്താണ് നെക്ക് ഡെപ്ത് കുറവാണ്. അപ്പോൾ നമ്മുടെ തല കറക്റ്റായിട്ട് കയറണം. പിന്നെ വീനക്ക് ആയതുകൊണ്ട് കുറച്ച് ഡെപ്ത് കൊടുത്താലാണ് കറക്റ്റ് നമ്മൾ യൂഷ്വലി സാധാരണ ഒരു നെക്ക് ചെയ്യുന്ന ആ ഒരു ഡെപ്തിലേക്ക് എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ക്യാൻവാസ് ഒട്ടിക്കുമ്പോൾ എപ്പോഴും ഇതുപോലൊരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടാണ് അയൺ ചെയ്ത് പിടിപ്പിക്കാറുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് അയൺ ചെയ്യണത്. ക്യാൻവാസ് സെയിം ഫാബ്രിക്കിൽ അയൺ ചെയ്യണമെന്നില്ല. സെയിം ഷെയ്ഡ് കോട്ടൺ ലൈനിങ്ങിൻ്റെ മെറ്റീരിയലിൽ അയൺ ചെയ്തെടുത്താലും മതി. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തപ്പോൾ ആ ഒരു ബ്രിഡ്ജ് അവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത്, അതായത് മീതെ ഒരു ചെറിയൊരു പടി പോലെ ക്യാൻവാസിൽ കീപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നെക്കിൻ്റെ അകലം വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും, എന്നാലും ഞാനൊന്ന് എടുത്തു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ളവർ ഇങ്ങനെ ഈ ബ്രിഡ്ജ് വെച്ചിട്ട് കട്ട് ചെയ്യാറില്ല കേട്ടോ. നെക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പം ഞാനത് നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവണ്ട, ഷിഫ്റ്റ് ആവണ്ട, കൃത്യമായിട്ടുള്ള അകലത്തിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ബ്രിഡ്ജ് വെച്ച് കട്ട് ചെയ്തിട്ടുള്ളത്. ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാനായിട്ടാണ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ എന്താ പറയുക വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നെക്കിൻ്റെ അകലമൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള ജോലികൾ നമുക്ക് ആദ്യം തീർത്ത് വെക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് സ്ലീവ്, ക്യാൻവാസിൽ നെക്ക് ചെയ്തിട്ടുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം നമ്മളൊരു 4 ഇഞ്ചോളം തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് അത് വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ 4 ഇഞ്ച് തയ്യൽ തുമ്പിനെ ക്യാൻവാസിലേക്ക് ചേർത്തിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് സ്ലീവ് ഫിനിഷ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്ലീവ് ജോയിനിങ്ങും ആ താഴത്തെ പോർഷൻ, ആ പ്ലീറ്റ് വരുന്ന പോർഷനും നമുക്ക് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഫിനിഷ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് വലിയ ബോറടി ഇല്ലാതെ അല്ലെങ്കിൽ വലിയ തലവേദനയാവാതെ ആ ഒരു ഓർഡറിൽ അങ്ങ് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതൊരു ചെറിയൊരു ടിപ്പാണ്. പിന്നെ ഈ ത്രെഡ് ഇങ്ങനെ അവസാനം കട്ട് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമയം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമുക്കിനി സ്ലീവിൻ്റെ എൻഡ് ഫിനിഷ് ചെയ്യാം. അപ്പോൾ സ്ലീവൊക്കെ ചെയ്യുമ്പോൾ അകം പുറം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള തുണികളാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം അത് മാർക്ക് ചെയ്ത് ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് തന്നെ വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ടും ബാക്കും തിരിഞ്ഞു പോകുന്നുള്ള ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇതാണ് ഫ്രണ്ട്, ഇതാണ് ബാക്ക് എന്ന് എഴുതി വെക്കാം കേട്ടോ. അതിലൊന്നും നമ്മളൊരു കുറവായിട്ട് വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ആഫ്റ്റർ ഓൾ നമ്മൾ ചെയ്യണ വർക്ക് ഇരട്ടിപ്പണി ഇല്ലാതെ നല്ല ഭംഗിയിൽ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റാന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത്, നിങ്ങളിത് മാർക്ക് ചെയ്യാതെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണോ ചെയ്തിട്ടുള്ളത്, അത് ഞാൻ മാർക്ക് ചെയ്തത് കൊണ്ട് ഞാൻ അത്ര എക്സ്പേർട്ടായ ടൈലർ അല്ലാതായ അങ്ങനത്തെ കുഞ്ഞു കോംപ്ലക്സോ ഒന്നും മനസ്സിലേക്ക് വരേണ്ട ആവശ്യം തന്നെ ഇല്ല കേട്ടോ. ഏറ്റവും പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ വർക്കിൻ്റെ ഫിനിഷിങ്ങിന് തന്നെയാണ്. പിന്നെ നമ്മൾ ഒരുപാട് അഴിച്ച് പണി ചെയ്യേണ്ട വരാതെ പെട്ടെന്ന് ഫിനിഷ് ചെയ്യുക എന്നുള്ളതിന് മുൻതൂക്കം കൊടുക്കുക.
അപ്പോൾ ഡൗട്ടുള്ളതൊക്കെ മാർക്ക് ചെയ്ത് തന്നെ വെക്കുക കേട്ടോ. ബാക്കും ഫ്രണ്ടും തുടക്കത്തിൽ കൈയുടെ ബാക്കും ഫ്രണ്ടും എപ്പോഴും തിരിഞ്ഞു പോവാറുണ്ട്. എനിക്കൊക്കെ എപ്പോഴും തിരിഞ്ഞു പോവായിരുന്നു. ഒരു സമയത്ത് ഞാൻ തയ്ക്കുന്ന സമയത്ത് മാത്രമേ കൈക്കുഴി കുഴിച്ച് വെട്ടാറുണ്ടായിരുന്നുള്ളൂ. ആ കൈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഞാൻ കുഴിച്ച് വെട്ടാറുണ്ട്. അത്രയധികം പ്രാവശ്യം എനിക്കത് തിരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിലൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ നമ്മൾ ചെയ്ത് തന്നെയാണ് നമുക്കതിൽ എന്താ പറയുക, നമ്മളൊരു കാര്യത്തിൽ എക്സ്പേർട്ട് ആവാന്ന് പറയില്ലേ, അതൊരുപാട് പ്രാക്ടീസ് ചെയ്താൽ തന്നെ ആവുള്ളൂ കേട്ടോ. നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്യണത് ഞാൻ ഈ വീഡിയോയിൽ ഫാസ്റ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. ആ ഒരു കർവ് വരുന്ന ഏരിയ ഒക്കെ ക്യാൻവാസിലേക്ക് കയറി തയ്യൽ വീഴാതെ കറക്റ്റ് ആ ലൈനിൽ തന്നെ തയ്ച്ചെടുക്കുക. ഈ ഫിനിഷ് ചെയ്യുന്ന ഭാഗത്ത് തയ്യൽ കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കുക. ലോക്ക് ചെയ്ത് അവസാനിപ്പിക്കുക. എന്നിട്ട് ഞാൻ ഒന്ന് മെഷർ ചെയ്ത് നോക്കുന്നുണ്ട് എൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് കറക്റ്റ് തന്നെയല്ലേ വന്നിട്ടുള്ളതെന്ന്. അവിടെ ഇത് മെഷർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ബ്രിഡ്ജ് വെച്ച് കട്ട് ചെയ്തതുകൊണ്ട് അകലെന്തായാലും വ്യത്യാസം വരില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതുപോലെ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. കർവായിട്ടുള്ള ഏരിയയിലൊക്കെ നൂലിൽ പെടാതെ, എന്നാൽ തുണി അത്യാവശ്യം കട്ടായി പോകുന്ന സ്റ്റിച്ചിൽ വീഴാതെ കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് മറച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഈ ബാക്ക് നെക്കും കൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കത് ഫിനിഷ് ചെയ്യാം. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ചില പോർഷൻസിൽ അയൺ ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ള പോർഷൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന എല്ലാ പോർഷനിലും അയൺ ചെയ്ത് തന്നെ സ്റ്റിച്ചിങ് പ്രോഗ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അയൺ ചെയ്താൽ നന്നായിരുന്നു, അപ്പം എനിക്കിപ്പോൾ വയ്യ മടിയാണ് എന്നുള്ള രീതിയിൽ അത് വിട്ട് കളയാതെ ആ പോയിന്റിൽ അയൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നന്നായിട്ട് വരും. ഇപ്പം നെക്ക് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം അതൊന്ന് നെക്ക് നന്നായിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് എഴുന്നേറ്റ് പോവണ്ടേ എന്നുള്ള രീതിക്കുള്ള മടിയൊക്കെ വരും. നമ്മൾ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് കൃത്യമായിട്ട് അയൺ ചെയ്യും. അപ്പം അങ്ങനെ നെക്ക് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഹെം ചെയ്യാനും നമുക്ക് എളുപ്പമായിരിക്കും. ആ ഹെമ്മിങ് നല്ല നീറ്റായിട്ട് വരും. നമ്മളെപ്പോഴും ഡ്രസ്സ് ഡിസൈൻ ചെയ്യും സ്റ്റിച്ച് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ്റെ ഒരു 50% സ്റ്റിച്ചിങ്ങിലാണെങ്കിൽ ബാക്കി 50% ഇരിക്കുന്നത് നമ്മളത് എത്ര നീറ്റായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ചില സംഗതികൾ നമ്മൾ ജോയിൻ ചെയ്യണതിന് മുന്നേ അയൺ ചെയ്യേണ്ടി വരും. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഭംഗിയായിട്ട് അയൺ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യാതെ നന്നായിട്ട് അയൺ ചെയ്യേണ്ടിടത്തൊക്കെ അയൺ ചെയ്ത് തന്നെ പോവുക. ഞാൻ അപ്പോൾ അത് അയൺ ചെയ്ത് നെക്കൊക്കെ അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ ഏതൊരു ഒരറ്റത്തുനിന്ന് ജോയിൻ ചെയ്ത് തുടങ്ങാം, അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും സെൻറ്ററിൽ നിന്നാണ് ജോയിൻ ചെയ്യാറുള്ളത്. ഒരറ്റത്തുനിന്ന് ജോയിൻ ചെയ്താലും മതി. ഒരറ്റത്തുനിന്ന് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ രണ്ട് ഭാഗവും, അതായത് നമ്മുടെ സ്ലീവ് കട്ടിങ് അത്രയ്ക്ക് പ്രോപ്പറാണ്, അത്രയ്ക്ക് കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരറ്റത്തുനിന്ന് സ്ലീവ് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുക കേട്ടോ. അതായത് എങ്ങനെ ഇവിടെ നിന്ന് ജോയിൻ ചെയ്താലും നമ്മുടെ സ്ലീവ് രണ്ടറ്റത്തും കറക്റ്റായിട്ട് ഫിറ്റ് ആവണം. ആ രീതിയിലാണ് നിങ്ങളുടെ കട്ടിങ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു സൈഡിൽ നിന്ന് ജോയിൻ ചെയ്യുക. അല്ല നിങ്ങൾക്ക് ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൻറ്ററിൽ നിന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് സൈഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അഡ്ജസ്റ്റ് ചെയ്യുന്നത് നല്ലതാണെന്നല്ല പറയണേ, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും സെൻറ്ററിൽ നിന്ന് ജോയിൻ ചെയ്യണമെങ്കിൽ. നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചിട്ടുള്ളത്, എങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. എന്തായാലും സ്ലീവ് ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഓക്കെയാണ്, സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ശരിയാണ്, ഇടയിലൊന്നും ചുളിവ് വന്നിട്ടില്ല, നമ്മൾ തയ്ക്കുന്ന സമയത്ത് അടിയിലൊന്നും തുണി ചുളിങ്ങിയിരുന്നിട്ടില്ല, അങ്ങനെ അതായത് സ്ലീവ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്ലീവ് സൈഡ് എല്ലാ പോർഷനും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ സ്ലീവ് ജോയിനിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ സ്ലീവും അതേപോലെ തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പാർട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഗ്യാദേഴ്സ് ഇട്ട് എടുക്കുകയാണ് ചെയ്തത്. രണ്ട് പോർഷനിലും ഫ്രണ്ടിലും ബാക്കിലെയും തുണിയിൽ ഗ്യാദേഴ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. താഴ്ഭാഗം മടക്കി ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. 1 ഇഞ്ചാണ് നമ്മൾ വിട്ടിട്ടുണ്ടായത് തയ്യൽ തുമ്പായിട്ട്. 1/2 ഇഞ്ച് വെച്ചിട്ട് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഗ്യാദേഴ്സിനെ റണ്ണിങ് സ്റ്റിച്ച് വലിച്ച് ഗ്യാദേഴ്സ് ആക്കിയിട്ട് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ അളവിലേക്ക് കറക്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഗ്യാദേഴ്സ് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടറ്റത്തും നമ്മൾ സൈഡ് ഷേപ്പ് ചെയ്യുന്ന രണ്ടറ്റത്തും ഫ്രിൽസ് വരേണ്ട ആവശ്യമില്ല.
അപ്പോൾ ആ ഫ്രിൽസിനെയൊക്കെ നമുക്ക് ബാക്കി സെൻറ്ററിലേക്ക് ആക്കിയിട്ട് കൊടുക്കാം. ഇപ്പുറത്തെ ഒരു 2 ഇഞ്ചും അപ്പുറത്തെ ഒരു 2 ഇഞ്ചും ഫ്രിൽസ് വരാതെ സെൻറ്ററിൽ മാത്രം ഫ്രിൽസ് വരുന്ന രീതിക്ക് നിങ്ങൾ അറേഞ്ച് ചെയ്യുക. കാരണം അത് തയ്യൽ തുമ്പല്ലേ, ഉള്ളിലേക്ക് തയ്ച്ച് പോവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തതിനെ വലിച്ച് ആ ഗ്യാദേഴ്സ് അറേഞ്ച് ചെയ്തിട്ട് കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. കാരണം നമ്മളവിടെ ഒരു കർവ് കൊടുത്തിട്ടുണ്ട്, ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലേക്കും ഈക്വലി ഫ്രിൽസ് വരാൻ വേണ്ടിയിട്ട് നമ്മളിത് എവിടെ നിന്നാണ്, സെൻറ്ററിൽ നിന്നാണ് ജോയിൻ ചെയ്ത് തുടങ്ങണത്. സെൻറ്ററിൽ നിന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു കട്ട് ആ സെൻറ്ററിൽ ഇട്ടിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇത് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്ലീറ്റ്സിനെ നന്നായിട്ട് അയൺ ചെയ്ത് എടുക്കണം. ഇതിപ്പോൾ ഞാൻ അപ്പുറത്തെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഫ്രണ്ട്, എന്നിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിലൊക്കെ ലോക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ലോക്കിംഗ് മെഷീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോക്ക് ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ ഞാൻ ഈ പ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇതൊന്ന് നല്ല വൃത്തിയായിട്ട് അയൺ ചെയ്യാനാണ് പോണത്. അയൺ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം മാത്രം നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഫിനിഷ് ആവാറായിട്ടുണ്ട്. ജസ്റ്റ് സൈഡ് ജോയിനിങ് മാത്രമേ ഉള്ളൂ ഇനി. അപ്പോൾ നമുക്ക് സൈഡും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ടിലെ പാർട്ടിൻ്റെ ഹൈറ്റ് ബാക്കിലേക്കാൾ കുറവാണ്. 22 ഇഞ്ചാണ് ഫ്രണ്ടിലെ ടോട്ടൽ ലെങ്ത്തും, ബാക്കിൽ 25 ഇഞ്ചാണ്. അപ്പോൾ അതിനനുസരിച്ച് മെഷർമെൻ്റ് എടുത്തിട്ട് കുറച്ച് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഫ്രണ്ടിലെ പോർഷൻ്റെ അടിഭാഗം മടക്കി തയ്ച്ചിട്ടുള്ളത് കേട്ടോ. അത് ഇതിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യുക. ഹൈ ലോ ആയിട്ടൊന്നുമല്ല ചെയ്യണത് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തോളൂ. ഇത് മാത്രം കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ എങ്ങനെയാണ് പെപ്ലം ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. സൈഡ് ഞാൻ 2 തവണ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ എക്സസ് ആയിട്ട് നിൽക്കുന്ന ത്രെഡും, എല്ലാ തുണിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ത്രെഡും കട്ട് ചെയ്ത് കളയുക. നല്ലപോലെ അയൺ ചെയ്യുക. ലോക്ക് ചെയ്യാൻ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നത് ലോക്ക് ചെയ്യുക. ഇതിപ്പോൾ കോട്ടൺ ഫാബ്രിക് ആയതുകൊണ്ട് ക്ലോത്ത് ഫ്രൈയിങ്ങും ഉണ്ടാവില്ല, ഒരു കുത്തിത്തറയ്ക്കുന്ന ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് ലോക്ക് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എളുപ്പമാണ് പെപ്ലം ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മോഡൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.